ഹലോ ഹായ് നമസ്കാരം, ജാക്സനാണ്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കരിയറിൽ ഓൾ ഓവർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങേയറ്റം ഫോക്കസ് ചെയ്യുന്നൊരു എലമെൻ്റാണ് നമ്മുടെ ഫോൺ, അല്ലേ? നമ്മുടെ ഫോണിന് നമ്മളെപ്പറ്റി എല്ലാം അറിയാം. അപ്പോൾ ഫോൺ ടെക്നീഷ്യൻ അല്ലെങ്കിൽ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ഞാനും എൻ്റെ ഫോൺ കൊണ്ട് എത്രത്തോളം എനിക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമെന്ന് അറിഞ്ഞ സമയത്ത് കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചൊരു മേഖലയായിരുന്നു, സർ എവിടെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ അങ്ങനെ സജഷൻ കിട്ടിയ ഒരു സ്ഥാപനമാണ് ഐഹബ്. ഐഹബിലാണ് ഞാൻ ഇന്നുള്ളത്. ഞാൻ കുറച്ച് കോഴ്സുകളെ പറ്റിയും അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിനെ പറ്റി ഞാൻ പഠിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ എങ്ങോട്ട് എത്തണം, എവിടെ എത്തണം എന്നറിയാനും അതിനോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനും സാധിക്കുമെന്നുള്ള എല്ലാം ക്ലിയറായി പറഞ്ഞു തരുന്ന ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കാണുക. അതിനോടൊപ്പം തന്നെ മൊബൈൽ ടെക്നീഷ്യൻ രംഗത്തേക്ക് നിങ്ങൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെറ്റർ ചോയ്സ്. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പനമ്പിളി നഗർ ഐഹബിലാണ് ഞാനുള്ളത്. എന്നോടൊപ്പം ഉള്ളത് അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരാനുള്ള. ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ കാണുന്ന പാരൻ്റ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഇതിൻ്റെ ഒരു കരിയർ സാധ്യതയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ജോലി സാധ്യതകളും സാലറി മേഖലകളിലൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതായിരിക്കും ആദ്യം ഒരു പാരൻറ്റും കുട്ടിനും അറിയാനുള്ള താല്പര്യം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ഒരു 2 വർഷമായിട്ട് ഈ ഒരു രംഗത്ത് നിൽക്കുന്നു, 6 വർഷമായിട്ട് സർവീസ് സെൻ്റർ രംഗത്ത് വന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ സാലറിയും അതിനോടൊപ്പം ജോലി സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ, ഐഫോൺ ഇതിൻ്റെ റിപ്പയറിംഗ് മേഖലയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഇതിന് സാധ്യതയുള്ള ഒരു മേഖലയാണ്. എവിടെ പോയാലും ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാരില്ല, ഇത് കംപ്ലൈൻ്റ് ആവാത്ത ആൾക്കാരില്ല. അപ്പോൾ നോർമലി ഈ ഒരു മേഖലയിൽ ജോലി സാധ്യതയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എവിടെ പോയാലും ഇതിന് ജോലി സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സാലറി നോർമലി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് തന്നെ ഏകദേശം 15 ആ ഒരു റേഞ്ചിൽ നാട്ടിൽ തന്നെ ലഭിക്കും. 15 എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ 15,000 രൂപ ശമ്പളം ഉണ്ടാവും. പിന്നെ നമ്മളുടെ ഒരു ഇതെന്താ വെച്ചെങ്കിൽ നമ്മളിവരെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്ലേസ്മെൻ്റ് ആയി കൊടുക്കും. വിദേശത്തൊക്കെ പ്ലേസ്മെൻ്റ് ആയി കൊടുക്കുമ്പോൾ അവിടെ എന്തായാലും 40-45 ആ ഒരു റേഞ്ചിൽ അവർക്ക് സാലറി എന്തായാലും ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അവർ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുന്നതോടും അവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ ഒരു മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജോലി സാധ്യത എന്നതിലുപരി ഇവർക്ക് സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കൂടി കിട്ടുകയാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ സ്വയം എൻ്റർപ്രണർഷിപ്പ്. കാരണം ഇന്നത്തെ കാലത്ത് അതിനാണല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഈ ഒരു മേഖലയിൽ പഠിച്ചു കഴിഞ്ഞാൽ താഴെ 2 സ്റ്റാഫിനെ വെച്ച് ഒരു നാട്ടിൽ കൊച്ചു സർവീസ് സെൻ്റർ ഇട്ടാൽ ഉറപ്പായിട്ട്, കാരണം ഇന്ന് ഏതൊരു ആൻഡ്രോയിഡ് ഫോണും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സർവീസ് സെൻ്ററുകളുടെ ഒരു യൂസേജ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. കാരണം എല്ലാവർക്കും എന്നും എപ്പോഴും 6 മാസത്തിൽ മൊബൈൽ മാറാൻ പറ്റുന്നില്ല. ഒരു മിഡിൽ ക്ലാസ്സുകാരൻ ഒരു ഫോൺ വാങ്ങിയാൽ മിനിമം 3-4 വർഷം ഉപയോഗിക്കും. അല്ല, കുറച്ചു കാലം മുന്നേ ഈ ഫോൺ മാറാന്നുള്ളത് കുഴപ്പമുണ്ടല്ലോ. ഇപ്പോൾ ഡാറ്റയ്ക്ക് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഏതൊരാളാണെങ്കിലും ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ആയ കാരണം അവർ ആ ഫോണിനെ വീണ്ടും യൂസ് ചെയ്ത് പോകാനും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ വരുമ്പോൾ മാത്രമേ അവർ മാറ്റാറുള്ളൂ. അങ്ങനെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ജോലി സാധ്യതകൾ പറഞ്ഞു, അനേകമാണ്. സാലറി ഒരു 15 മുതൽ അങ്ങോട്ട് ഒരു 20 വരെ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുകയും അതിനോടൊപ്പം തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു 45,000 രൂപ സാലറിയും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഘടകത്തിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ നേരത്തെ സംസാരിച്ചതുപോലെ പഠിക്കണമെന്നും എനിക്ക് എന്തെങ്കിലും ആകണമെന്നുള്ള ചിന്താഗതി ഉള്ളവർക്ക് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇതിനോടൊരു അഭിനിവേശം വേണം, പാഷൻ വേണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ +2 കഴിഞ്ഞ് എന്തെടുക്കുമെന്ന് അറിയാതെ വരുന്ന ആൾക്കാരാവും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നോർമലി ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് ഇതിനോട് ഇടപഴകിയതിന് ശേഷം ചിലപ്പോൾ ആ പാഷൻ വരാം. തീർച്ചയായും. കാരണം ഇപ്പോൾ പഠിച്ചിറങ്ങിയാൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം 12 മാസം, അല്ലേ? തീർച്ചയായും. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനുള്ള മനസ്ഥിതി വേണം. അതെ. മെനക്കെടാനുള്ള മനസ്ഥിതി ഇതിലൂടെ മുന്നോട്ട് പോകാനുള്ളൊരു മനസ്ഥിതി വേണം. അല്ലാതെ ഒരു ചുമ്മാ കാളാപുളം നടക്കുന്ന ഒരാൾക്ക് വന്ന് പഠിച്ചെടുത്തിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഏതൊരു കോഴ്സും അല്ലെങ്കിൽ ഏതൊരു രംഗത്തും നമ്മൾക്ക് മുന്നോട്ട് പോകുന്ന ഓരോ വഴിയിലും അല്ലെങ്കിൽ മുന്നോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കരിയറിൽ ഒരു അപ്ഡേഷൻ വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് അവരുടെ കരിയറിന് കൊടുക്കണം, അല്ലേ? നിങ്ങളുടെ മാത്രം എഫേർട്ട് അല്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു 50% നമുക്ക് തരണം. ബാക്കി 50 നമ്മളെ ഭാഗത്തുനിന്നും കിട്ടും. അതെ. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഒക്കെ ആയി, എന്നൊരു 10-12 വർഷം എക്സ്പീരിയൻസ് ആയ ആൾക്കാർ വരെ പിന്നീട് അത് ഇതിനോടുള്ള പാഷൻ കാരണം പിന്നീട് വീണ്ടും നമ്മളെടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്ഡേഷൻ കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ഇൻട്രസ്റ്റും ആ ഒരു മേഖലയോടുള്ള പാഷനുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. കാരണം ഈ രംഗത്ത് ഒരിക്കലും ജോലി അവസാനിക്കുന്നില്ല. അവസാനിക്കില്ല.
കാരണം എന്താ വെച്ചെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടിപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രം മതി. പിന്നെ അത് മാത്രമല്ല, ഇത് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോൺ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു റിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള സംഭവം തന്നെയാണ് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ സ്പീക്കേഴ്സ്, അതുപോലെ സ്മാർട്ട് TV, അതുപോലെ ലാപ്ടോപ്പ്, അങ്ങനെയുള്ള എല്ലാ ഇതിനകത്തും ഈ ഒരു SMT എന്ന് പറഞ്ഞ ടെക്നോളജി തന്നെയാണ്. അപ്പോൾ അത് അതിലേക്കൊക്കെ ഇവർക്ക് എന്താണ് കയറാനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല ഈ ഒരു മേഖലയ്ക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് വേണം. അതെ അതെ അല്ലേ? അല്ല, കാരണം ഐഹബിൽ വന്നു, എനിക്ക് ഞാൻ പഠിച്ചു, എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കരിയറിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, ഞാൻ പഠിച്ച മേഖലയിൽ എനിക്ക് തുടർന്ന് പോകണം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾക്ക് അവർക്ക് സക്സസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കും. തീർച്ചയായും. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ എത്രത്തോളം കുട്ടികളെ ഇവിടെ 200 ആൾക്കാർ ഇവിടെ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ നിലവിൽ പഠിക്കുന്നതും അടക്കം 200 ഉണ്ടാവും. ഈ 200ൽ നമ്മുടെ പ്ലേസ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ്? പ്ലേസ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പ്ലേസ്മെന്റ് കൊടുക്കുന്നത് ഈ നമ്മൾ 6 മാസത്തെ ഒരു കോഴ്സാണ്. ആ കോഴ്സിൽ ചിപ്പ് ലെവൽ സർവീസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അതിനുശേഷം 1 മന്ത് ഒരു ട്രെയിനിങ്, ഒരു സീനിയർ ടെക്നീഷ്യൻ്റെ ഒപ്പം ഇരുത്തി ഒരു ട്രെയിനിങ് കൊടുക്കും ചിപ്പ് ലെവലിൽ തന്നെ. അതിനുശേഷം 1 ഇയർ ഇവർക്ക് എക്സ്പീരിയൻസും കൊടുക്കും. ഒരു സ്റ്റൈഫൻറ്റോട് കൂടി അവർക്കൊരു നിശ്ചിത തുക കൊടുത്ത് 12 മാസമൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കൊരു ചെലവിനുള്ള കാശും കൊടുത്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസും കൊടുത്ത ഒരാൾക്ക് നമ്മൾ ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് കൊടുക്കും. പ്ലേസ്മെൻറ്റ് കൊടുക്കും. ഇപ്പോൾ മാൽദീവ്സ്, റിയാദ്, അതുപോലെ തന്നെ ഒമാന്, ഖത്തർ, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം പ്രസന്റ്ലി എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബ്രാഞ്ച് നിലവിൽ വരുന്നത് ഹെഡ് ഓഫീസായി കൊച്ചിയാണ്, നമ്മുടെ ഹെഡ് ഓഫീസാണ് ഇത്. പിന്നെ പെരിന്തൽമണ്ണ നമ്മളെ ബ്രാഞ്ച് വരുന്നത്, കോട്ടയം നമ്മളെ ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പം കോട്ടയംകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ആ ഭാഗത്തുള്ളവർക്ക് കോട്ടയത്തോട്ട് പോകാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഈ തൃശ്ശൂർ, എറണാകുളം, അതുപോലെ തന്നെ ആലപ്പുഴ, അതുപോലെ ഇടുക്കി, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ കൊച്ചിയിലോട്ട്. പിന്നെ കൂടുതലും ഈ മംഗലപുരം സൈഡിൽ നിന്നും അതുപോലെ തന്നെ കാസർഗോഡ് സൈഡിൽ നിന്നൊക്കെ കൊച്ചിയിൽ വന്നിട്ട് പഠിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഏതായാലും ഒരുപോലെയാണ്. കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് കൊച്ചിയിലാണ്. അങ്ങനെയുള്ള ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ അവർക്ക് ഈ കൊച്ചി പോലൊരു ഹബ്ബിൽ വരുമ്പോഴാണ് ഇതിന്റെ ജോലി സാധ്യതകൾ കൂടുതൽ കിട്ടുന്നത്. കാരണം ഇഷ്ടം പോലെ സർവീസ് സെന്ററുകളുണ്ട്. കാരണം ഇവിടെ സ്പീഡ് മൂവിംഗ് ആണ്. ആൾക്കാർക്ക് ഇന്ന് മൊബൈൽ കേടായ വൈകിട്ടത്തേക്ക് ശരിയാക്കി കിട്ടണം. കാരണം അവന്റെ ഡേറ്റ അതിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവന് നമ്പേഴ്സ് വേണം, അവൻ്റെ വാട്സപ്പ് വേണം, എല്ലാം അവർക്ക് വേണം. പിന്നെ നമ്മളൊരു രീതി എന്താ വെച്ചെങ്കിൽ, നമ്മൾ മുന്നൊക്കെ സർവീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടച്ചിട്ട റൂമിനകത്ത് ടെക്നീഷ്യൻ ഇരുന്നിട്ടുള്ള സർവീസിംഗ്. നമ്മൾ അതിനൊരു മാറ്റം കൊണ്ടുവന്നതാണ്. നമ്മളെന്ത് ചെയ്തു? ഓപ്പൺ സർവീസ് സെൻ്ററാണ് നമ്മൾ. അതേ ഒരു കാറ്റഗറിക്ക് അവർ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ കസ്റ്റമർ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് കൈ വറക്കരുത്. അതെ. അപ്പോൾ എന്ന് വെച്ചാൽ കോൺഫിഡൻ്റ് ഉള്ള ഒരു ടെക്നീഷ്യന് മാത്രമേ അങ്ങനെ ഇരിക്കാൻ പറ്റൂ. അപ്പോൾ ആ രീതിയിലാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാർത്തെടുക്കുന്നത്. അല്ല, അത് മാത്രമല്ലല്ലോ, ഇപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് ഇന്ന് അവരുടെ ഡേറ്റയെ പറ്റി ഭയങ്കര കെയർ ഉണ്ട്. ആരെങ്കിലും എൻ്റെ ഡേറ്റ മിസ്യൂസ് ചെയ്യുമോ? അപ്പോൾ ഈ ഒരു ഓപ്പൺ സ്പേസ് വരുമ്പോൾ ഇവർക്ക് കോൺഫിഡൻസോട് കൂടി കസ്റ്റമറിനും കോൺഫിഡൻസ് കൂടി ഒപ്പം ഇരിക്കാം. ഇയാൾ എന്ത് ചെയ്യണമെന്ന് കണ്ടുകൊണ്ട് ഒപ്പം ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മളെ സർവീസ് സെൻറ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്. അതെ. നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ് ഏത് അഡ്വാൻസ്ഡ് ലെവലാണ്? ഏറ്റവും ടോപ്പ് CPU ലെവൽ വരെയുള്ള കാര്യങ്ങൾ ഇവരെ എന്ത് ചെയ്യും, പഠിപ്പിക്കുന്നത്. നോർമൽ കോഴ്സ് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതെ. അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇനി ജോലി ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ? ഇവർ നിങ്ങളുടെ പഠന സമയം എങ്ങനെയാണ്? ഞങ്ങൾ പഠന സമയം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാലം, ഏകദേശം ഒരു 2-3 മാസം ഇവർക്ക് 2 ഷിഫ്റ്റ് ആയിട്ടാവും. എന്നെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ, അല്ലെങ്കിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ എന്നുള്ള ഷിഫ്റ്റാണ് വരാറ്. ഇനി അത് കഴിഞ്ഞ അവസാനത്തെ ഒരു ഘട്ടം എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ മാത്രം വരുന്നൊരു ഘട്ടമുണ്ട്. എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ട്രെയിനിങ്. ആ സമയത്ത് ഇവർക്ക് രാവിലെ 10 മണി തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം സമയം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഇരുത്തി നമ്മൾ ട്രെയിനിങ് കൊടുക്കും. കാരണം അവരെ ഈ ഒരു മേഖലയിൽ ഫിറ്റ് ആക്കുക എന്നതാണ്. തറവായിട്ട് പഠിക്കുക. മറ്റേതൊരു 5 മണി എന്ന് പറഞ്ഞ ടൈം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വർക്ക് തീരില്ല. അപ്പോൾ ആ വർക്ക് തീരുന്നത് വരും അവരിവിടെ ഇരുന്ന് പഠിച്ചിട്ടേ അവർ പോകുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു ഇതിനായിട്ട് അത്രത്തോളം മനസ്സുകൊണ്ട് ആകുന്ന ഒരാൾ, അല്ലാതെ ഒരു ജോലിയുടെ ഇടയിൽ പഠിച്ചേക്കാമെന്ന് കരുതാതെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ? കാരണം ഇവർക്ക് കൂടുതൽ തറവായിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ടൈമൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കും. നമ്മുടെ ക്ലാസ് ടൈമിംഗ് എങ്ങനെയൊക്കെയാണ്? ക്ലാസ് ടൈം രാവിലെ 10 മുതൽ 1:30 വരെ, പിന്നെ 2:30 മുതൽ 5:30 വരെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ നോർമൽ ക്ലാസ്. പിന്നെ പ്രാക്ടിക്കൽ സെക്ഷൻ പൂർണ്ണമായും എല്ലാ സമയത്തും പ്രാക്ടിക്കൽ ഉണ്ട്. ഇനി പൂർണ്ണമായും ലാസ്റ്റ് ഘട്ടത്തേക്ക് വരുന്ന സമയത്ത് രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം 5 മണി വരെ എന്നുള്ളൊരു നമ്മൾ ടൈം പറഞ്ഞെങ്കിൽ പോലും ആ ടൈം നമ്മൾ അനുസരിക്കാറില്ല. എന്ന് വെച്ചാൽ ആ ടൈം കൂടി 7 മണി വരെ 8 മണി വരെ ഒക്കെ ഇരിക്കാറുണ്ട്. അതാണല്ലോ ഏറ്റവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിജയം. അവിടെയാണ് അവർ അവിടുത്തെ പഠിക്കുന്ന പിള്ളേർക്ക് കൂടുതൽ ടൈം കൊടുക്കുന്നു. അവരുടെ എഫേർട്ടിന് കൂടുതൽ എഫേർട്ട് നിങ്ങളും നൽകുമ്പോഴാണ്. നിങ്ങളും മെനക്കെട്ട് നിൽക്കുന്നു. ഒരു കുട്ടി ഒരു കാര്യം ചിപ്പ് ലെവൽ ട്രെയിനിങ് പൂർണ്ണമായിട്ട് പഠിച്ചിറങ്ങുന്നതിൻ്റെ അതൊരു വലിയൊരു ഘടകമാണ്. അത് എല്ലായിടത്തും കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
കാരണം അവരെ ഓരോരുത്തരും അവരുടെ കുട്ടികൾ പഠിച്ച് കൂടുതൽ ഇതാണ്. കാരണം ഇവിടുന്ന് ഇറങ്ങുന്ന ഓരോ കുട്ടികളും പോയി ജോലിക്ക് കയറുന്ന സമയത്ത് അവരുടെ പേര് എന്നോടൊപ്പം തന്നെ എവിടെ പഠിച്ചത്, ഐ ഹബിലാണ് പഠിച്ചതെന്ന് അവർക്ക് വളരെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇത് ഇനി ലാസ്റ്റ് നോട്ട് ദ ബട്ട് ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഫീസിൽ റിഡക്ഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? തീർച്ചയായും ഉണ്ടാവും. അതെ, അത് നമ്മൾ മുന്നേ വിചാരിക്കുന്നതാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്ക്, ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തായാലും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു മൊബൈൽ ടെക്നീഷ്യൻ കരിയർ മേഖലയിൽ നല്ലൊരു കരിയർ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് ഐ ഹബ്. കാരണം ഐ ഹബിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ചെയ്ത് പഠിക്കാൻ പറ്റും. കാരണം എനിക്കൊന്നും മറ്റുള്ള പല വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും, അല്ലെങ്കിൽ ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടി പറയുന്നതല്ല, പലയിടത്തും ഇത്രയും എക്യുപ്മെൻറ്റ്സ് ഇല്ല, ഓരോരുത്തർക്കും ഓരോ ബെഞ്ചില്ല. അതെ, ഇതിപ്പോൾ ഇൻഡിവിജ്വലി ഓരോ ആൾക്കാർക്കും അവരുടേതായ അലോക്കേറ്റ് ചെയ്ത പ്ലേസും കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ഓരോ എക്യുപ്മെൻറ്റ് കാര്യങ്ങളും എല്ലാതും ഇൻഡിവിജ്വലി കൊടുക്കുന്നുണ്ട്. കാരണം അതാണ് ഏറ്റവും വലിയൊരു ഘടകം. കാരണം പലയിടത്തും 5-6 പേർക്കോ ആയിരിക്കും ഒരു ബെഞ്ചുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇത്രയും എക്യുപ്മെൻറ്റ്സ്, ഇത്രയും ടേബിൾ സെറ്റ് ചെയ്തേക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതും 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ. കാരണം ഈ എക്യുപ്മെൻറ്റ്സിനൊന്നും ചെറിയ വിലയ്ക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലോവർ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ചീപ്പായിട്ട് എടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇവിടുന്ന് അവർ നേരെ ഒരു ജോലിക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, നേരെ യൂസ് ചെയ്ത് പഠിച്ച സാധനം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവരോട് നമ്മൾ പറയും, ജോലിക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഉപയോഗിച്ച സാധനമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാധനമാണെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം, ഇന്ന സാധനം ഇവിടെ വേണം എന്ന് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. അല്ല, അതിൽ അവർ ചെയ്ത് പഠിക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വേർഡ് കോൺഫിഡൻസ് കൂടും. അതെ, അവർക്ക് ഒരു കൈവിറയിലും ഇല്ലാതെ ഒരു എന്താ പറയുക, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ചെയ്യാതിരിക്കുന്ന കാര്യമില്ല. അവർക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെയാണ് നിങ്ങളിപ്പോൾ പ്രസന്റ്ലി ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് വേണമെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഗൾഫിലുള്ളവരാണ്, അവധിക്ക് വരുന്ന സമയത്ത് ഇവിടെ വന്ന് പഠിക്കാം. അതിനെ പഠിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെ കോഴ്സ് ടൈമിംഗ് എങ്ങനെയാണ്? അവരുടെ കോഴ്സ് ടൈമിംഗ് പറഞ്ഞാൽ അവർക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ ടൈം വെച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അവർ ചിലപ്പോൾ കുറച്ച് ഫാമിലി മാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ 2 ദിവസം ലീവ് ഉള്ള ആൾക്കാരായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. അവർക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റിന് വരിക. അപ്പോൾ നമുക്ക് ഉറപ്പാണ് അവരെത്തും എന്നുള്ളത്. രാവിലെ 10 മണി മുതൽ പിന്നെ ഇൻഫിനിറ്റി. അപ്പോൾ ഈ 1 മാസത്തെ അവധിക്ക് വരുന്നവർക്ക് ഒരു 10-20 ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുത്ത് പോകാൻ പറ്റും. 20 to 30 ഡേയ്സാണ് നമ്മൾ സമയം പറയാം. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് 2 രീതിയിലാണ് ചെയ്യാറ്. ഒന്നെങ്കിൽ അവർക്ക് 30 ഡേയ്സ് കംപ്ലീറ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് 20 ഡേയ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ്ങും 10 ഡേയ്സ് നമ്മളുടെ സർവീസറുടെ കീഴിൽ എന്ത് ചെയ്യും, ഒരു പ്രാക്ടീസും കൊടുക്കും, ലൈവായിട്ടൊരു പ്രാക്ടീസും കൊടുക്കും. ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവർക്ക് ആ അഡ്വാൻസ് ട്രെയിനിങ് മൊത്തമായിട്ട് കിട്ടും. തീർച്ചയായും വീണ്ടും ജോലിക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സാലറി കൂടുതൽ ഡിമാൻഡ് ചെയ്യാം, അവർക്ക് ഇച്ചിരി കോൺഫിഡൻസും കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രസന്റ് ടൈമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ചേട്ടനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടത്തേക്ക് ആ ഒരു അഡ്വാൻസ് ട്രെയിനിങ്ങിനെ പറ്റി ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു നല്ല കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐ ഹബിലേക്ക് വരാൻ സാധിക്കും. ഐ ഹബിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവരെ വിളിച്ച് നോക്കേണ്ട നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം. അതിനോടൊപ്പം തന്നെ ഐ ഹബ് ജാക്സൺ എന്ന് പറയുന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വരാമെങ്കിൽ നിങ്ങൾക്ക് ഫീസിലും ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഏറ്റവും ബെറ്റർ പാരൻസിനെ കൊണ്ട് വരുന്നത് നിങ്ങൾ, കാരണം ഈ പല കുട്ടികൾക്കും ഇതൊരു ഓക്കെ ഇതെന്നാ പോയി പഠിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നവരും ഇത് ലൈഫിൽ കരിയർ ആക്കണോ വേണ്ട എന്നൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലർ പേരും പകുതിയിൽ നിർത്തും, അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പാരൻസിനെ കൊണ്ട് വരുവാണെങ്കിൽ അവർ നിങ്ങളുടെ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ പാരൻസിന് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ നിങ്ങൾ എവിടെ നിന്നുള്ളവരായിക്കോട്ടെ, അപ്പോൾ ഞാൻ 3 പെരിന്തൽമണ്ണയും അതുപോലെ തന്നെ ഇവിടുത്തെ കൊച്ചിയിലെയും അതിനോടൊപ്പം തന്നെ കോട്ടയത്തെയും നമ്പേഴ്സ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബാച്ചസ് തുടങ്ങുന്നത് ഏത് മാസം? എല്ലാ മാസവും നമുക്ക് ബാച്ചസ് ഉണ്ടാവും. എല്ലാ മാസവും ഇപ്പോൾ ഒരാൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായി അഡ്മിഷൻ എടുക്കാം. പിന്നെ ഒരു ദിവസം എന്ത് ചെയ്താൽ മതി, വന്ന് ഡയറക്റ്റ് ഓഫ്ലൈനായിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ വിളിച്ചിട്ട് നമുക്ക് മുൻകൂട്ടി അഡ്മിഷൻ ഫോണിലൂടെ എടുക്കാമെന്നല്ല. അപ്പോൾ ഫോണിൽ കൂടെ ഉള്ള കൗൺസിലിങ്സും, എന്നിട്ട് അവരുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അയച്ചു കൊടുക്കും. കേരളത്തിലുള്ള മറ്റുള്ള ഏതൊരു സ്ഥാപനത്തിൽ നിങ്ങൾ ചെന്നാലും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു കോഴ്സ് ട്രെയിനിങ്ങും കോഴ്സ് ഫീയും ഇവിടെ നിങ്ങൾക്ക് ഇവർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയും ആണല്ലേ. ഇവർ പറയുന്നത് പോലെ മുന്നോട്ട് പോയാൽ, നിങ്ങൾ പഠിച്ച് 1 year എക്സ്പീരിയൻസ് എടുത്താൽ
ഇവർ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് തരും. സ്വാഭാവികമായിട്ട് കാരണം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പാഷനേറ്റ് ആണ് എങ്കിൽ ജോലി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ജോലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഞാൻ പറഞ്ഞില്ലേ, പല ആൾക്കാരും കുറച്ച് കഴിയുമ്പോഴേക്കും സ്വന്തം സ്ഥാപനം എന്നുള്ള രീതിക്ക് പോകാനുള്ള കാരണം തന്നെ ഏണിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇതിൽ വലിയൊരു ഹ്യൂജായ സാധ്യതയാണ് സ്വന്തം സ്ഥാപനം എന്നുള്ളത്. ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരാൾക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും നിങ്ങൾ ഇവിടുന്ന് കൊടുക്കും. തീർച്ചയായും. പിന്നെ ലൈഫ് ടൈം നമുക്ക് ഇവിടെ പഠിച്ചൊരു കുട്ടിക്ക് ലൈഫ് ടൈം എപ്പോൾ എന്ത് രീതിയിൽ വന്നാലും നമ്മൾ ലൈഫ് ടൈം സപ്പോർട്ട് കൊടുക്കും. അവർ ഒരു ദിവസം കയറി വന്നു പിന്നെ സംശയം ഉണ്ട് അല്ലെങ്കിൽ കോളിലൂടെ വിളിച്ചാലും നമ്മൾ ഏത് സമയത്തും അവർക്കുള്ള സപ്പോർട്ട് എപ്പോഴും കൊടുക്കും. കാരണം നിങ്ങൾക്ക് ഒരു 6 വർഷത്തെ സർവീസ് രംഗത്തും അതൊരു വലിയൊരു കാര്യമാണ്. കാരണം 6 വർഷം കൊണ്ട് നമ്മുടെ മൊബൈൽ ടെക്നോളജിയിൽ വന്ന വലിയ മാറ്റങ്ങളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളൊരു മൈൻഡ് വന്നത് ഒരിക്കലും ഡയറക്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങല്ലേ ചെയ്ത്. നമ്മളെ സർവീസ് സെൻറ്ററുകൾക്ക് ഒരുപാട് കോളുകൾ വന്നിരുന്നു, നമുക്കിത് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് പല കോൾ വന്നിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു സർവീസ് സെൻറ്ററിൽ അത്രയും ആൾക്കാരെ നിർത്തിയിട്ട് പഠിപ്പിക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്താണ് ഈ കോളുകളെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിക്ക് വാർത്തെടുത്താണ് ആ 2 വർഷം കൊണ്ട്. കാരണം അതാണ് ഏറ്റവും വലിയൊരു ഘടകം. പലരും ഏതൊരു മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്തും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ആൾക്കാർ കാണുന്ന ബിസിനസ്സായിട്ടാണ്. കുറേ പിള്ളേരെ വായിക്കണം, എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. പലരും ഇന്ന് ഈ എഡ്യൂക്കേഷൻ രംഗം ഓരോരുത്തരും അങ്ങനെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ഒരുപാട് കുട്ടികൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ചെന്ന് പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളിവിടെ കൊടുക്കുന്ന ഈ ട്രെയിനിങ് മാസ് ട്രെയിനിങ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ്ഡായുള്ള ടെക്നീഷ്യന്മാരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ എപ്പോഴും നമുക്ക് ഇവിടെ ട്രെയിനേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കും. അവരുടെ ട്രെയിനിങ് ഇവിടുത്തെ ട്രെയിനേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കുട്ടികൾക്ക് എത്തിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതെ. അങ്ങനെയൊരു സിസ്റ്റത്തിലൂടെ നമ്മളിപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ജിലോൺ എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ കമ്പനി നമുക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട്. ജിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ഒക്കെ ഏറ്റവും ആദ്യം തന്നെ ഈ സർക്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ 15 ഇറങ്ങുമ്പോൾ അവർക്കാണ് ആദ്യം അതിൻ്റെ സർക്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ടീമാണ്. ജിലോൺ എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ കമ്പനിയുടെ പാർട്ട്ണറും കൂടിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഐ ഹബും ജിലോണും കൂടിയിട്ട് എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഇതുപോലുള്ള സർക്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഫോൺ, ഇപ്പോൾ ഒരു iPhone 15 ഇറങ്ങി, ഐഫോണിൻ്റെ ഏറ്റവും മാസ്റ്റേഴ്സാണ് ഈ ജിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഐഫോണിൽ 15 ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ പറഞ്ഞ ജിലോണിന് അതിൻ്റെ സർക്യൂട്ട് കാര്യങ്ങൾ അതിൻ്റെ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടും. അത് നമുക്ക് അവർ ഷെയർ ചെയ്തിട്ട് നമുക്ക് അത് കുട്ടികൾക്ക് എത്തിക്കാനൊക്കെ എളുപ്പമാണ്. ഈ ഒരു കുട്ടികൾക്കും പാരൻസിനും അവസാനമായിട്ട് എന്താണ് പറഞ്ഞു കൊടുക്കാം? ഈ ഒരു രംഗത്തിലേക്ക് അവർ കടന്നു വരുവാണെങ്കിൽ അവർ എങ്ങനെയുള്ളവരായിട്ടാണ് വരേണ്ടത്? അല്ലെ, ഈ ഒരു രംഗത്തേക്ക് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ സ്മാർട്ട് ഫോൺ, ഐഫോൺ ഇതിൻ്റെ റിപ്പയറിംഗ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും അതിനോട് നല്ല ഇൻട്രസ്റ്റോട് കൂടി വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കും ചെയ്യാം. ഈ മേഖലയിൽ ഫിറ്റായിട്ട് അവർക്ക് നല്ലൊരു പൊസിഷനിലേക്ക് എത്താനും സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ സീറ്റുകൾ ഇവിടെ ബുക്ക് ചെയ്യാൻ നമ്പേഴ്സ് ഞാൻ സ്ക്രോളിൽ ഇട്ടിട്ടുണ്ട്. ഐ ഹബ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കരിയറിന് വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇനിയൊരു പുതിയ വീഡിയോ വരുന്നിടം വരെയും ബൈ.